ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേച്ചർ ഹബ് എന്ന നമ്മുടെ ഒരു ചെറിയ ചാനലിലേക്ക് എത്തുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അതുപോലെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സുകളുടെ കെയറും അതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറും ഒക്കെ നമ്മൾ ഏത് ചെയ്താലും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ ആയിട്ടും അതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇന്ന് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത് ഒരു ABC ഫെർട്ടിലൈസറാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആപ്പിള്, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇത് മൂന്നിൻ്റെയും തോട് നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു തോടൊക്കെ മാറ്റിയ ശേഷം അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരി കഴുകിയ വെള്ളമാണ്. അരി കഴുകിയ വെള്ളം കൂടി കുറച്ച് ചേർത്ത് നന്നായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന വെള്ളം നമ്മുടെ നോർമലായിട്ടുള്ള പച്ചവെള്ളമല്ല, ഫിഷ് ടാങ്കിലെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ഫെർട്ടിലൈസറുകളും കൊടുത്തില്ല എങ്കിൽ കൂടി ഈ ഒരു ഫിഷ് ടാങ്കിലെ വെള്ളം നമ്മൾ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റമായിരിക്കും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡൊക്കെ നമുക്കിവിടെ വിരിഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് എന്തായാലും നമുക്കൊരു 2-3 മാസമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് 2 സ്പൈക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം നമുക്ക് കൊഴിഞ്ഞു പോകാറായിട്ടുണ്ട്. അപ്പോൾ പല വീഡിയോസിലും ഞാൻ കാണിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണത്. അപ്പോൾ ഇതാ നമ്മുടെ ഓരോ പ്ലാന്റ്സിലും ഞാൻ ഹാങ് ചെയ്തിട്ടിരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ട് ആ ഒരു ചട്ടിയിലും പിന്നെ വേരിലും ഇലയിലും ഒക്കെ നല്ല രീതിയിൽ ഫെർട്ടിലൈസർ കിട്ടുന്ന രീതിയിൽ കൊടുക്കണം. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് നിറച്ച് ഷൂട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ ചെടിയിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ ചോദിക്കാറുണ്ട്, നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നത്, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന്. ഇപ്പോൾ വരും വീഡിയോസിലൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ ഞാൻ ലോങ് വീഡിയോസിലാണ് ഉൾപ്പെടുത്താത്തത്. ഷോർട്ട് വീഡിയോസ് മിക്കവാറും ഒക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സും ബാക്കി നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസും ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തിടുക. അപ്പോൾ അതുകൊണ്ടാവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാത്തത്. അപ്പോൾ പലർക്കും നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്താത്തത്. ഇതൊക്കെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ എയർ പ്ലാന്റായ സ്പാനിഷ് മോസാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ചതൊക്കെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും നല്ല രീതിയിൽ ആ പ്ലാന്റ് ബുഷിയായിട്ട് വരും. ഇതൊക്കെ കുറച്ച് സാക്കുലൻസ് പ്ലാന്റാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൺ ഷാസ് വേൾഡിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ഫോളേജ് ആന്തൂറിയം ഇതിനൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ബൈ ബൈ.